അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 4 charges are arranged at the corners of a square of side D as in figure. ഒരു സ്ക്വയർ നിങ്ങൾ കാണുന്നുണ്ട്. സ്ക്വയറിന്റെ എല്ലാ സൈഡും D ആണ്. അതിന്റെ 4 കോർണേഴ്സിലും ചാർജസ് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി ഫൈൻഡ് ദ വർക്ക് റിക്വയർഡ് ടു പുട്ട് ടുഗദർ ദിസ് അറേഞ്ച്മെന്റ്. ഈ അറേഞ്ച്മെന്റിനെ ഇതേപോലെ ആക്കാൻ വേണ്ടി വാട്ട് ഈസ് എ വർക്ക് റിക്വയർഡ്? ഇതേപോലെ 4 ചാർജ് വെറുതെ ഇരിക്കില്ലല്ലോ, അപ്പൊ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടി വാട്ട് ഈസ് എ വർക്ക് റിക്വയർഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ ഒരു ചാർജും ഇവിടെയെങ്കിലും ഇല്ല, ഇവനില്ല, ഇവനില്ല, ഇവനില്ല എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ക്യൂവിനെ, പോസിറ്റീവ് ക്യൂവിനെ എ കൊണ്ടുവയ്ക്കാം. കാരണം വേറെ ചാർജ് ഒന്നും അതിനെ അട്രാക്ട് ചെയ്യാനുമില്ല, റിപ്പൽ ചെയ്യാനുമില്ല. സോ ഫ്രീലി യു ക്യാൻ പ്ലേസ് ക്യൂ അറ്റ് എ. ഓക്കെ, സോ ഞാൻ എഴുതുകയാണ്. അപ്പോൾ വർക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ വർക്ക് റിക്വയർഡ് ടു പ്ലേസ് പ്ലസ് ക്യൂ at A in the absence of others, in the absence of other charges. ബാക്കി ചാർജ് ഒന്നും ഇല്ല എങ്കിൽ വർക്കിന്റെ ആവശ്യമില്ലല്ലോ. സോ വർക്ക് റിക്വയർഡ് എത്രയാ? 0 ആണ്. ഇനി ഇപ്പൊ നമ്മളിപ്പോ എ എവിടെ കൊണ്ടുവച്ചു? നോ വർക്ക് ഈസ് റിക്വയർഡ്. ഇനി എ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ബിയിൽ ഇവനെ കൊണ്ടുവയ്ക്കണം. സോ വർക്ക് required to place negative q at B. നെഗറ്റീവ് ക്യൂവിനെ ബിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക് എത്ര? നെഗറ്റീവ് ക്യൂവിനെ ബിയിൽ കൊണ്ടുവയ്ക്കണമെങ്കിൽ ഇവന്റെ അട്രാക്ഷൻ അഗൻസ്റ്റ് വർക്ക് ചെയ്യണം, ശരിയല്ലേ? സോ വർക്ക് അപ്പൊ എങ്ങനെ കാണും? ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് 1/4πε0. നിങ്ങൾ കെ എന്ന് എഴുതിയാൽ മതി. 1/4πε0 Q1 Q2 by R. സോ Q മൈനസ് Q ഡിവൈഡഡ് ബൈ R അല്ലേ? R എന്ന് പറയുന്നത് അവിടെ D ആണ്. അപ്പൊ എത്ര വരും? -KQ² ഡിവൈഡഡ് ബൈ D എന്ന് വരും. കുഴപ്പമില്ലല്ലോ, ഇത്രയായി. ഇനി എന്ത് വേണം? ഏവന്മാർ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് സിയിലെ ചാർജിനെ കൊണ്ടുപോയിക്കുക. അപ്പൊ ഈ ക്യൂവിനെ ആരൊക്കെ, ഈ ക്യൂവിനെ ഇവ അട്രാക്ട് ചെയ്യും, ഈ ക്യൂവിനെ ഇവ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ ഈ പൊട്ടൻഷ്യൽ എനർജിയെ ഓവർകം ചെയ്യണം, ഈ പൊട്ടൻഷ്യൽ എനർജിയെ ഓവർകം ചെയ്യണം. ആരെ കൊണ്ടുവയ്ക്കാൻ? സിയിൽ ക്യൂവിനെ കൊണ്ടുവയ്ക്കാൻ. അപ്പൊ ഞാൻ എഴുതാം വർക്ക് റിക്വയർഡ് ടു പ്ലേസ് ആരെ? പോസിറ്റീവ് ക്യൂ അറ്റ് ഞാൻ അപ്പുറത്ത് എഴുതാം കേട്ടോ. വർക്ക് റിക്വയർഡ് ടു പ്ലേസ്, പറയൂ. വർക്ക് റിക്വയർഡ് ടു പ്ലേസ് പ്ലസ് ക്യൂ അറ്റ് സി. സിയിൽ ഇവനെ കൊണ്ടുവയ്ക്കണം. ഇവൻ എവിടെ കൊണ്ടുവച്ചാൽ ഇവൻ അട്രാക്ട് ചെയ്യും, ലവൻ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇത് കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ 2 കാരണമുള്ളത്. സി ഈസ് ഈക്വൽ ടു 1/4πε0 ഇത് ബൈ ഡിസ്റ്റൻസ് പറഞ്ഞോ. ക്യൂ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് പ്ലസ് 1/4πε0 ഇത് ബൈ ഈ ഡിസ്റ്റൻസ്. സോ 1/4πε0 ക്യൂ ബൈ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയഗണൽ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഡയഗണൽ എത്രയാ? ഡയഗണൽ എത്രയാണ്? നമുക്ക് 1ാം ക്ലാസ്സിൽ അറിയാന്നുള്ള ഇക്വേഷൻ √2a എന്നാണ്. ഇവിടെ √2d അല്ലേ? √2d. അപ്പോ എന്താണ് √2d? ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇതാണ്. ഇനി അടുത്ത് വർക്ക്. ഇനി ഇപ്പൊ ഇവന്മാര് 3 പേരുണ്ട്, ഇതുണ്ട്, 3 പേരിരിക്കുകയാണ്. ഈ 3 പേരിരിക്കുന്ന സമയത്ത് ഈ 4ാമത്തെ ഇവിടെ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? ഇവൻ എന്ത് ചെയ്യും? ഫോഴ്സ് കൊടുക്കും, ഇവൻ ഫോഴ്സ് കൊടുക്കും, ഇവന്റെ വണ്ടയിൽ ഇവനും ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ വർക്ക് ആയില്ലേ? അപ്പൊ പറയും വർക്ക് റിക്വയർഡ് ടു പ്ലേസ്, പറയൂ, പ്ലസ് ക്യൂ അല്ലല്ലോ, മൈനസ് ക്യൂ അറ്റ് ഡി. എങ്ങനെ കണ്ടുപിടിക്കും? ഇവനും തമ്മിലുള്ളത് പറഞ്ഞോ. 1/4πε0 മൈനസ് ക്യൂ ബൈ ഡി. അടുത്ത് ഇവനും തമ്മിലുള്ളത് പറയൂ. പ്ലസ് 1/4πε0 മൈനസ് ക്യൂ ബൈ പറഞ്ഞോളൂ. ഡിസ്റ്റൻസ് എന്താണ്? ഡി. പ്ലസ് ഇവനും തമ്മിലുള്ളത് പറയൂ. 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ആ ഡയഗണൽ √2d. ഇതല്ലേ? ഇപ്പൊ 4 ചാർജിനെ പ്ലേസ് ചെയ്തു. വാട്ട് ഈസ് എ ടോട്ടൽ വർക്ക് റിക്വയർഡ്?
ടോട്ടൽ വർക്ക് റിക്വയർഡ്. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ വർക്ക് റിക്വയർഡ് കാണാൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യൂ. ആദ്യത്തെ കേസിൽ 0 പ്ലസ് അടുത്ത എത്രയാ? -kq²/d പ്ലസ് അടുത്ത പറയൂ. അവിടുത്തെ പറയണം -kq²/d പ്ലസ് kq²/√2d അടുത്ത പ്ലസ് അടുത്ത പറയണം. ഇതെന്താണ്? -kq²/d ഇവിടുത്തെ -kq²/d അടുത്ത പ്ലസ് kq²/√2d. ഇനി നമുക്ക് റെഡിയാക്കി എഴുതാം. സീക്വൽ ടു പറഞ്ഞോളൂ. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 എണ്ണം ഉണ്ട്. അപ്പൊ -4 ടൈംസ് kq²/d. ഇനി ബാക്കി അടുത്ത ടേം നോക്കണം. ഈ ടേം ഇവിടെ 2 എണ്ണം ഉണ്ട്. പ്ലസ് 2 ടൈംസ് kq²/√2d സീക്വൽ ടു രണ്ടിലും കോമൺ ഉള്ളത് പുറത്തെടുക്കാം നമുക്ക്. അപ്പോൾ kq²/d കോമൺ എടുത്താൽ ബാലൻസ് ബ്രാക്കറ്റ് പറയുക. 2/√2 അതുപോലെ എഴുതി -4 എന്നാണ്. ഓക്കെ, ആൻസർ എന്തായി? kq²/d. ഈ 2 നമുക്ക് √2 × √2 എന്ന് എഴുതാം. അപ്പോൾ മേലെ റൂട്ട് വരും. അപ്പോൾ √2 -4 എന്നായി. ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വർക്കിൻ്റെ ആൻസർ. ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നെഗറ്റീവ് വെളിയിലിട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇട്ടാൽ ഇത് തിരിഞ്ഞു വരും. അപ്പോൾ അത് വിഷയമല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് കിട്ടിയിരിക്കുന്നത്? kq²/d × √2 -4. ഇതാണ് ടോട്ടൽ വർക്ക് ഇൻ പ്ലേസിംഗ് ദ സെറ്റപ്പ് ലൈക്ക് ദിസ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ. See, we have a square of side D. Then see what is the work done in arranging the charges at the corners like this. So you assume that initially no charges anywhere. Okay, so we are placing plus q at A. So without any attraction or repulsion I can place q at A. So work done for that process is 0. Then when q is at A, I am placing negative q at B. So there is force between these two. I must overcome that. So what is the work done for that? So it is a potential energy of this system. So 1/4πε0 q minus q by distance. Okay. Then next these two are here. I am placing this one. So see, I have to overcome the force between these two. So what is the total potential energy? 1/4πε0 q minus q by distance 1/4 plus 1/4πε0 q by this distance. This distance is √2d. Okay, then these three are here. Then in the presence of these three you have to place minus q. Okay, so when minus q is placed here, I have to overcome the force due to this, due to that. See, what is the potential energy? 1/4πε0 minus q plus q by d plus due to this 1/4πε0 minus q plus q by d plus 1/4πε0 minus q by √2d. Okay, then what is the total work done in arranging like this? You add all the 4. Okay, take the common ones, balance inside. Okay, it is a total work done in arranging the charges like this. Then what is the next question? A charge q0 is brought to the center E of the square. So the center of the square is called E. A charge q0 is placed there. Okay, the 4 charges are at the corners. How much extra work is required for this process? How much extra work is required to do this process? See, how will you calculate? At point E, you are placing q0. What is the work required for this process? So what is the answer of work? Work എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറയൂ. എങ്ങനെ വർക്ക് കണ്ടുപിടിക്കും? നിങ്ങൾ സെന്ററിൽ ഒരു ചാർജിനെ കൊണ്ടുപോയിക്കുകയാണ്. What is the work required for this process? പറയൂ. Work is equal to potential into charge. Potential into charge. നിങ്ങൾ തന്നെ പറയണം. So work is equal to potential means potential at E
into charge. Am I right? So what is the potential at E? E ile potential എത്രയെന്ന് പറയണം? E ile potential പറ. ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം, ഇതിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം, ഇതിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം, ഇതിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം സെയിം ആണ്. പറയും ഈ പോസിറ്റീവ് ചാർജ് ആണ് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഈ പോസിറ്റീവ് ചാർജ് ആണ് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ 1/4πε0 q by some distance. Then ഈ നെഗറ്റീവ് ചാർജ് ആണ് ഒരു പൊട്ടൻഷ്യൽ 1/4πε0 നെഗറ്റീവ് q by same distance പ്ലസ് ഈ പോസിറ്റീവ് ആണ് ഒരു പൊട്ടൻഷ്യൽ 1/4πε0 q by distance പ്ലസ് ഈ നെഗറ്റീവ് ആണ് ഒരു പൊട്ടൻഷ്യൽ 1/4πε0 നെഗറ്റീവ് q by distance. So total answer is 0. So what is the potential at E? 0 into what is the charge brought there? Q0. So answer is 0. So what is the work done in placing Q0 here? Work required to place is 0. Okay. So it is the second part. See, how will you calculate the work done? Work required to place a charge Q0 at the center. Work is equal to potential into charge. What is the potential here? Due to positive charge, a positive potential. Due to negative charge, a negative potential. Due to positive charge, a positive potential. Due to negative charge, a negative potential. Add. So what is the total potential at E? It is 0. So work is equal to potential into charge. Potential is 0. That into charge is Q0. So answer is 0. So it is simple. Then see how much extra work is required for this process? No work is required for this process. Okay.